ഹലോ ഓൾ വ്യൂവേഴ്സ്, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സെ. ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ്, പക്ഷേ ഇതെല്ലാവരും കണ്ടതാണ് ഇതെന്താണ് സംഭവിച്ചതെന്ന്. അപ്പം എനിക്ക് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്നുണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനായിട്ട് ചെയ്യുന്നത്. ഇത് ആക്ച്വലി നടന്നത് ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പാണ് ഇത് നടന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ ഇത് ബ്ലോക്കാണെന്ന് അറിഞ്ഞപ്പം ഇങ്ങനെ പൊട്ടിയതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ കഴിഞ്ഞ കൗൺസിലറിനെ അറിയിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു അവരല്ല, ഇത് PWD റോഡാണ്, അപ്പോൾ അത് MLA അറിയിക്കണമെന്ന്. അങ്ങനെ അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. 28ാം കൗൺസിലർ പ്രിയ പ്രശാന്ത് വളരെ വളരെ കോപ്പറേറ്റീവാണ്. പക്ഷേ അവരുടെ കയ്യിലല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് അവർക്ക് ചെയ്യാൻ പറ്റില്ല അത്. അപ്പം അവർ MLAനെ അറിയിച്ചെന്ന് പറഞ്ഞു. അവരുടെ ഫോളോ അപ്പ് ഉണ്ടായി. നമ്മിത് നിത്യദിവസം ഇത് കാണുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ഫോളോ അപ്പ് ചെയ്തത്. പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ആക്സിഡൻറ്റും അത്ഭുതകരമായി, അങ്ങനെ തന്നെ പറയാം. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാനിത് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ്, പിന്നെ എൻ്റെ ക്യാമറയിൽ നിന്നുള്ള വ്യൂസാണ് ഞാനിത് കണ്ടിട്ട് എനിക്കത് സഹിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാനിത് അപ്പം തന്നെ MLA ഓഫീസിലും എൻ്റെ 2-3 സുഹൃത്തുക്കൾക്ക് ഞാനത് അയച്ചു കൊടുത്തത്. പ്രിയ പ്രശാന്തിന് അയച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ തന്നെ ഒരു പരാതി എഴുതി MLA ഓഫീസിൽ കൊടുത്തു. അതിന് ശേഷമാണ് ഇതൊക്കെ നടന്നത് കാര്യങ്ങളൊക്കെ. പക്ഷേ MLA വളരെ ഇമ്മീഡിയറ്റായിട്ട് തന്നെ ആക്ഷൻ എടുത്തു. അപ്പം തന്നെ ആളെ വിട്ടു. അപ്പം അതിന് വലിയ താങ്ക്സ്. സാധാരണ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാറില്ല, കാരണം അവരൊക്കെ വേറെ തിരക്കിൻ്റെ ഇതിൽ പോകണമുണ്ട്. അപ്പം അവർ അത് അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു, ചെയ്യാമെന്ന് പറഞ്ഞു. ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് കംപ്ലീറ്റായി. അപ്പം ഇതാണ് ശരിക്കും നടന്നത് അവിടെ. പക്ഷേ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇത് 1 വേ ആക്കണമെന്ന്. കാരണം വെളിയിൽ നിന്ന് വണ്ടികൾ കയറി വരുമ്പോൾ ഇവിടെ സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ല. കാരണം ഈ റോഡ് അത്ര ചെറുതാണ്. വികസനമൊന്നും ഇവിടെ ഇല്ല. അപ്പം വികസിക്കാനും പാടാണ്, കാരണം ഒരുപാട് വീടുകളുടെ ഫ്രണ്ട് സൈഡൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ഇത് വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ചെറിയ വണ്ടികൾക്ക് മാത്രമേ കയറി വരാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ റോഡ് മാനേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലേ? ഇപ്പോൾ ഒരു വലിയ വണ്ടി വരുമ്പോൾ നമ്മൾ ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് അവർ കടന്നു പോയിട്ട് അങ്ങോട്ട് പാസ് ചെയ്തെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും നമ്മളുടെ ധൃതിയും കുട്ടികളെയും കൊണ്ടൊക്കെ പോണ ആ ഒരു മൈൻഡിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ ഓർത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആൾക്കാർ, നമ്മളെല്ലാവരുടെയും റോഡാണത്, ആരുടെയും പ്രത്യേകത ഇല്ല. ആരും നടുക്കിട്ട് വണ്ടി ഓടിക്കലോ ഇൻഡിക്കേറ്റർ പെട്ടെന്ന് ഇടലോ ഒന്നുമില്ല. അത് നമ്മൾ കീപ്പ് ചെയ്യണം. ഇതൊക്കെ വിദേശത്തൊക്കെ പോയവർക്ക് നല്ലോണം അറിയാം. ഇവിടെ വരുമ്പോൾ മാത്രമാണ് ഈ പേടിയില്ലാത്തത്. അപ്പം ഇങ്ങനൊരു വീഡിയോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യണത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവരായ രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് അത്. അപ്പം അതുകൊണ്ട് ഇനി ആൾക്കാർ ശ്രദ്ധിക്കുക കേട്ടോ. താങ്ക് യു.